everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 66th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing a problem on advance payment of tax. And in this lecture, we are going to discuss another problem on advance payment of tax. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ് റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇസ് റുപ്പീസ് 5,27,500. Calculate advance income tax payable during the financial year 2020-21 and find out installments if tax deducted at sources rupees 180. അതായത് ഇന്ത്യയിൽ റെസിഡൻ്റായ മിസ്റ്റർ എക്സിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് റുപ്പീസ് 5,27,500 ആണ്. നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ ഇയർ 2020-21 ഈ ഇൻകത്തിൽ പേബിൾ ആകുന്ന അഡ്വാൻസ് ഇൻകം ടാക്സ് ആൻഡ് അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TDS എന്ന് പറയുന്നത് റുപ്പീസ് 180 ആണ്. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് അഡ്വാൻസ് ഇൻകം ടാക്സ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2020-21. ആദ്യം ക്വസ്റ്റ്യനിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന അഡ്വാൻസ് ഇൻകം ടാക്സ് പേബിൾ ആണ് നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റുപ്പീസ് 5,27,500. ഇനി ഈ ടോട്ടൽ ഇൻകത്തിൽ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മിസ്റ്റർ എക്സ് സീനിയർ സിറ്റിസണോ സൂപ്പർ സീനിയർ സിറ്റിസണോ അല്ല. അതുകൊണ്ട് തന്നെ അതർ ഇൻഡിവിജ്വൽസിൻ്റെ കാറ്റഗറിയിൽ ആപ്ലിക്കബിൾ ആകുന്ന ടാക്സ് റേറ്റ്സ് ആണ് ഇവിടെയും ആപ്ലിക്കബിൾ ആകുന്നത്. അതർ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ ആപ്ലിക്കബിൾ ആകുന്ന ടാക്സ് റേറ്റ്സ് ഇങ്ങനെയാണ്. ഓൺ ഫസ്റ്റ് റുപ്പീസ് 2,50,000 നിൽ, ഓൺ നെക്സ്റ്റ് റുപ്പീസ് 2,50,000 5%, ഓൺ നെക്സ്റ്റ് റുപ്പീസ് 5,00,000 20%, ഓൺ ദ ബാലൻസ് 30%. അതായത് അതർ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ ഫസ്റ്റ് 2,50,000 റുപ്പീസിൽ ടാക്സ് ഇല്ല. നെക്സ്റ്റ് 2,50,000 റുപ്പീസിൽ 5% എന്ന റേറ്റിൽ ടാക്സ് പേബിൾ ആണ്. നെക്സ്റ്റ് 5,00,000 റുപ്പീസിൽ 20% എന്ന റേറ്റിൽ ടാക്സ് പേബിൾ ആണ്. ഓൺ ദ ബാലൻസ് ഇൻകം 30% എന്ന റേറ്റിൽ ടാക്സ് പേബിൾ ആണ്. ഈ പറഞ്ഞ റേറ്റ്സ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. സോ നമുക്ക് ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം. ടോട്ടൽ ഇൻകം 5,27,500 റുപ്പീസ് ആണ്. ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ടാക്സ് ഓൺ ഫസ്റ്റ് റുപ്പീസ് 2,50,000 നിൽ, ടാക്സ് ഓൺ നെക്സ്റ്റ് 2,50,000 റുപ്പീസ് അറ്റ് ദ റേറ്റ് 5%. 2,50,000 റുപ്പീസിൻ്റെ 5% എന്ന് പറയുന്നത് 12,500 റുപ്പീസ് ആണ്. ഓക്കെ, ഇവിടെ ടോട്ടൽ ഇൻകം 5,27,500 റുപ്പീസ് ആണ്. അതിൽ ഫസ്റ്റ് 2,50,000 ടാക്സ് പേബിൾ അല്ല. നെക്സ്റ്റ് 2,50,000 റുപ്പീസിൽ 12,500 റുപ്പീസ് ആണ് പേബിൾ ആകുന്ന ടാക്സ്. ഇനി നമ്മൾ പഠിച്ച റേറ്റ് പ്രകാരം നെക്സ്റ്റ് 5,00,000 റുപ്പീസിൽ 20% ആണ് ടാക്സ് പേബിൾ ആകുന്നത്. ബട്ട് ഇവിടെ ടോട്ടൽ ഇൻകമായ 5,27,500 റുപ്പീസിൽ നിന്നും ഫസ്റ്റ് ഒരു 2,50,000 റുപ്പീസ്, പിന്നീടൊരു 2,50,000 റുപ്പീസ്, ഈ രണ്ട് എമൗണ്ട്സ് പോയി. സോ ടോട്ടൽ 5,00,000 റുപ്പീസ് ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇപ്പോൾ ടാക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ഉള്ളത് 27,500 റുപ്പീസാണ്. സോ നെക്സ്റ്റ് 5,00,000 റുപ്പീസിൽ ആപ്ലിക്കബിൾ ആകുന്ന റേറ്റായ 20% ഈ ബാലൻസ് ഇൻകമായ റുപ്പീസ് 27,500 അപ്ലൈ ചെയ്യും. സോ ടാക്സ് ഓൺ ബാലൻസ് റുപ്പീസ് 27,500 അറ്റ് ദ റേറ്റ് 20%. 27,500 റുപ്പീസിൻ്റെ 20% എന്ന് പറയുന്നത് റുപ്പീസ് 5,500 ആണ്. അപ്പോൾ ഇവിടെ ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 12,500 പ്ലസ് 5,500 ദാറ്റ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 18,000. ഓക്കെ, ഇനി ഈ കേസിൽ സർചാർജ് ആപ്ലിക്കബിൾ അല്ല. ബിക്കോസ് ടോട്ടൽ ഇൻകം 50,00,000 റുപ്പീസിന് എക്സീഡ് ചെയ്യുന്നില്ല. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആപ്ലിക്കബിൾ ആണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 4% ആണ്. സോ 18,000 റുപ്പീസിനോടൊപ്പം ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദ റേറ്റ് 4%. 18,000ൻ്റെ 4% എന്ന് പറയുന്നത് 720 റുപ്പീസ് ആണ്. ഓക്കെ, ഈ 18,000ഉം 720ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 18,720.
ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ടി ഡി എസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ടാക്സിൻ്റെ എമൗണ്ടിൽ നിന്നും ടി ഡി എസിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. സോ ഇവിടെ 18,720 റുപ്പീസിൽ നിന്നും ലെസ് ടി ഡി എസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ടി ഡി എസ് ഇസ് റുപ്പീസ് 180. 18,720 റുപ്പീസിൽ നിന്നും ടി ഡി എസിൻ്റെ എമൗണ്ടായ 180 റുപ്പീസ് ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് പേയബിൾ ആൻഡ് ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് പേയബിൾ ഈസ് റുപ്പീസ് 18,540 റുപ്പീസ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യാനാണ്. നമുക്ക് അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് പോകാം. നമ്മൾ അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റും പേയബിൾ ആകുന്ന എമൗണ്ടും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 50th ജൂൺ ആണ്. ഈ ക്വസ്റ്റ്യൻ 2020-21 ഫിനാൻഷ്യൽ ഇയറിലതായതുകൊണ്ട് തന്നെ അപ് ടു 50th ജൂൺ 2020 ആണ് ഡ്യൂ ഡേറ്റ്. ആൻഡ് പേയബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 15% ഓഫ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സിൻ്റെ 15%-ൽ കുറയാതെയുള്ള എമൗണ്ട് ആണ്. ഇവിടെ അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു റുപ്പീസ് 18,540 ആണ്. സോ റുപ്പീസ് 18,540യുടെ 15% ആണ് പേയബിൾ ആകേണ്ട എമൗണ്ട്. ഫസ്റ്റ് കേസിൽ റുപ്പീസ് 18,540യുടെ 15% എന്ന് പറയുന്നത് 2,781 റുപ്പീസാണ്. സോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2,781 റുപ്പീസാണ്. ആൻഡ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 50th സെപ്റ്റംബർ ആണ്. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ 2020-21 ആയതുകൊണ്ട് അപ് ടു 50th സെപ്റ്റംബർ 2020 ആണ് ഡ്യൂ ഡേറ്റ്. ആൻഡ് പേയബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 45% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. ഇവിടെ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്തത് 15% ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്. സോ 45%-ൽ നിന്നും 15% ലെസ് ചെയ്ത് 30% ആണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്നത്. 18,540 റുപ്പീസിൻ്റെ 30%, ദാറ്റ് ഈസ് റുപ്പീസ് 5,562. സോ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5,562 റുപ്പീസാണ്. ഇനി തേർഡ് കേസിലെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 50th ഡിസംബർ ആണ്. ഇവിടെ 2020-21 ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് അപ് ടു 50th സെപ്റ്റംബർ 2020 ആണ് ഡ്യൂ ഡേറ്റ്. ആൻഡ് പേയബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 75% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ പേ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. ഇവിടെ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റുമാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു 15% ഓഫ് അഡ്വാൻസ് ടാക്സും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു 30% ഓഫ് അഡ്വാൻസ് ടാക്സും പേ ചെയ്തു. സോ ടോട്ടൽ 45% ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിലുമായി പേ ചെയ്ത് കഴിഞ്ഞു. സോ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 75% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ രണ്ടിലും കൂടി പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് ആയ 45% ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. 75%-ൽ നിന്നും 45% ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 30% ആണ്. സോ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 18,540 റുപ്പീസിൻ്റെ 30% ആണ്. ദാറ്റ് ഈസ് റുപ്പീസ് 5,562. സോ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,562 റുപ്പീസാണ്. ഓക്കെ, ഇനി ഫോർത്ത് കേസിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 50th മാർച്ച് ആണ്. ഇവിടെ 2020-21 ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് അപ് ടു 50th മാർച്ച് 2021 ആണ്. ആൻഡ് പേയബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 100% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. ഇവിടെ ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റിന് ഏർലിയർ ആയിട്ടുള്ളത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റും തേർഡ് ഇൻസ്റ്റാൾമെൻറ്റുമാണ്. ഇവിടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ 15% ഓഫ് അഡ്വാൻസ് ടാക്സും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 30% ഓഫ് അഡ്വാൻസ് ടാക്സും തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 30% ഓഫ് അഡ്വാൻസ് ടാക്സും പേ ചെയ്തു. അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിലും തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിലും കൂടി 75% ഓഫ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്തു. സോ ഇനി ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് 100% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയ
ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിലും തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിലും കൂടി പേ ചെയ്ത് 75% ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. സോ ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്നത് 25% ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്. അതായത് ₹18,540യുടെ 25%. 18,540 റുപ്പീസിൻ്റെ 25% എന്ന് പറയുന്നത് 4,635 റുപ്പീസാണ്. അതായത് ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റിൽ പേയബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് 4,635 റുപ്പീസാണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അഡ്വാൻസ് ഇൻകം ടാക്സിൻ്റെ എമൗണ്ടും അഡ്വാൻസ് ടാക്സ് ഇൻസ്റ്റാൾമെൻറ്റ്സും കമ്പ്യൂട്ട് ചെയ്തു. ക്ലിയർ? ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം. താങ്ക് യു.